നിലവിൽ പ്രതിപക്ഷ നേതാവും മുൻ കേരള ചക്രവർത്തിയുമായിരുന്ന സഖാവ് പിണറായി വിജയൻ അദ്ദേഹത്തിന് മറ്റെന്തൊക്കെ തകരാറുകളുണ്ടെങ്കിലും എന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും ആളൊരു രസികനാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. അദ്ദേഹത്തെ പോലെ രസികന്മാരായ ആളുകൾ ഇന്നിപ്പോൾ കേരള സംസ്ഥാനത്ത് കുറവാണ്. മലയാള ഭാഷ സംസാരിക്കുന്നവരിൽ തന്നെ വളരെ കുറവാണ്. പണ്ട് നമുക്ക് അടൂർ ഭാസി ഉണ്ടായിരുന്നു, അതിനു മുമ്പ് കുഞ്ഞൻ നമ്പ്യാരുണ്ടായിരുന്നു, ഒരു പക്ഷേ സാഹിത്യകാരനായിരുന്ന സഞ്ജയനും ഇ വി കൃഷ്ണപിള്ളയും ഉണ്ടായിരുന്നു. ഇത്രയും പേർക്ക് ശേഷം മലയാളക്കരകൻ്റെ ഏറ്റവും വലിയ രസികന്മാരിൽ ഒരാളാണ് സഖാവ് പിണറായി വിജയൻ എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു നിതാന്ത വിമർശകനാണ് ഞാനെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഈ രസികത്വം എന്ന് പറയുന്നത് അതിഭയങ്കരമാണ്. ഇപ്പോൾ അദ്ദേഹം പല പല തമാശകളും പറഞ്ഞ് മലയാളികളെ പല സന്ദർഭങ്ങളിൽ ചിരിപ്പിച്ചിട്ടുണ്ട്. ന്യൂയോർക്കിലെ റോഡുകളേക്കാൾ മികച്ച റോഡുകളാണ് കേരളത്തിലുള്ളത് എന്ന് അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ ബ്രണ്ണൻ കോളേജിൽ പഠിക്കുന്ന കാലത്തുള്ള അദ്ദേഹത്തിൻ്റെ വീരേതിഹാസങ്ങൾ കേട്ട് ചിരിക്കാത്ത മലയാളികളും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രത്യേക ആക്ഷൻ കേട്ട് പേടിക്കാത്തവരും ഉണ്ടായിട്ടില്ല. പിന്നെ മാധ്യമപ്രവർത്തകരുടെ കടക്ക് പുറത്ത് എന്ന് പറയാൻ മാത്രം രസികത്വമുള്ളവരും കേരള മുഖ്യമന്ത്രി അദ്ദേഹത്തിന് മുമ്പ് ഉണ്ടായിട്ടില്ല, അതിന് ശേഷം ഉണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടാകാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല തമാശകളും പറഞ്ഞ് നമ്മളെ ചിരിപ്പിക്കുമ്പോൾ തന്നെ നമ്മളെ ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു മഹാനാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ വരുമ്പോഴൊക്കെ പുള്ളി ഇതുപോലുള്ള പെർഫോമൻസ് പുറത്തെടുക്കും. നേരത്തെ മാത്യു കുഴൽനാടനും മറ്റുമൊക്കെ നിയമസഭയിൽ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ പുള്ളി നടത്തിയ പ്രസംഗം ഓർമ്മയില്ലേ? ഈ കൈകൾ പരിശുദ്ധമാണ്, ഇതിലൊരു കറയും പുരട്ടിട്ടില്ല എന്നൊക്കെ പുള്ളി പറഞ്ഞു കേട്ട് ഈ ചിരിക്കാനറിയാവുന്ന എല്ലാ മലയാളികളും 3.5 കോടി മലയാളികളും ഓർത്തോർത്ത് ചിരിച്ചു എന്നുള്ളതാണ്. ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കും എന്നാണ്. ഈ ഉറി എന്ന് പറയുന്ന സാധനം ഇപ്പോൾ അധികം കാണാനില്ല. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം കേട്ട് ഈ നാട്ടിലുള്ള മിക്കവാറും ഉറികളൊക്കെ ഊറി ചിരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ രസികനായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ്റെ പുതിയ രസികത്വത്തെക്കുറിച്ചാണ് എനിക്കിവിടെ പറയാനുള്ളത്. അത് പുള്ളി പണ്ടതും പലതവണ പയറ്റിയിട്ടുള്ളതാണ്, ഇപ്പോഴും ഒന്നുകൂടി പയറ്റി എന്ന് മാത്രമേ ഉള്ളൂ. അതായത് വീണ വിജയനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. വീണയ്ക്ക് CMRൽ നിന്ന് പൈസ കൊടുത്തിരുന്നത് വെറുതെ കൊടുത്തിരുന്നതാണ്. അത് പിണറായി സഖാവുമായിട്ടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ കൊടുത്തിരുന്നതാണ്. ഈ എക്സാലോജിക്കുമായിട്ടുള്ള കരാർ നിലനിൽക്കുമ്പോൾ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് CMRൽ അതിൽ വേറൊരു ഏജൻസിക്ക് കരാർ കൊടുത്തിരുന്നുവെന്നും എക്സാലോജിക്ക് പ്രത്യേകിച്ച് യാതൊരു സേവനവും ഇവർക്ക് ചെയ്തിരുന്നില്ലെന്നും സേവനം ചെയ്തിരുന്ന കമ്പനിക്ക് കൊടുത്തിരുന്ന സംഖ്യ എന്ന് പറയുന്നത് എക്സാലോജിക്കിന് കൊടുത്തതിൻ്റെ പകുതിയുടെ പകുതിയായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെൻറ്റുകാരുടെ ഈ കടലാസ് പുറത്തു വന്നു കഴിഞ്ഞു. മാത്രവുമല്ല, വീണ വിജയന് കോഴിക്കോട് ആസ്ഥാനമായിട്ടുള്ള മറ്റൊരു കറക്ക് കമ്പനിയിലും പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു എന്നും ഇപ്പോൾ വാർത്ത വന്നിരിക്കുകയാണ്. ഇതൊക്കെ കേട്ടാൽ വേറെ ഏതെങ്കിലും മന്ത്രിയാണെങ്കിൽ, വേറെ ഏതെങ്കിലും പാർട്ടി സെക്രട്ടറിയോ, വേറെ ഏതെങ്കിലും പാർട്ടി നേതാവാണെങ്കിൽ കുലുങ്ങിപ്പോരെ, അല്ലെങ്കിൽ ശിരസ് കുനിയോ നടു വളയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിണറായി വിജയൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തെറ്റ് ഒരിക്കലും പറ്റിയില്ല. അദ്ദേഹത്തിന് യാതൊരു കൂസലുമില്ല. പുള്ളി പറഞ്ഞതൊക്കെ മാധ്യമ സൃഷ്ടിയാണ്. എൻഫോഴ്സ്മെൻറ്റുകാർ അങ്ങനെ മൊഴിയെടുത്തിട്ടുമില്ല, അത് മേലാവിലേക്ക് കൊടുത്തിട്ടുമില്ല. എൻ്റെ മകൾ അങ്ങനെ യാതൊരു കന്നം തിരിവ് കാണിക്കുകയുമില്ല. ഞങ്ങൾ കുടുംബപരമായിട്ട് സത്യസന്ധരാണ്. ഈ മഹാത്മാഗാന്ധി അല്ലെങ്കിൽ ജയപ്രകാശ് നാരായണൻ, പി രാമമൂർത്തി, ബസവ പുന്നയ്യ എന്നൊക്കെ പറഞ്ഞ പോലുള്ള ആളുകളെ പോലെ പരമനിസ്വരായിട്ടുള്ള ആളുകളാണ്. ഞങ്ങൾക്ക് യാതൊരു പണമില്ല, ഞങ്ങളുടെ മടിയിൽ കനമില്ല, അതുകൊണ്ട് വഴിയിൽ ഭയമില്ല. ഞങ്ങളുടെ മടിശീല അതിൽ പറയത്തക്ക പൈസ ഒന്നുമില്ല. പാർട്ടി മടിശീല എന്ന് പറഞ്ഞാൽ സാധാരണയിൽ ഇങ്ങനെ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് ചുരുട്ടിക്കൂട്ടി ചവറ്റുകൂട്ടയിലിടുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ എന്ത് ചെയ്യാം, ഈ നാട് ഭരിക്കുന്ന ഫാസിസ്റ്റ് ശക്തികളായിപ്പോയി. അതായത് നരേന്ദ്രമോദി, അമിത്ഷാ, അജിത് ഡോവൽ, അല്ലെങ്കിൽ നിർമ്മല സീതാരാമൻ, എസ് ജയശങ്കർ എന്നൊക്കെ പറഞ്ഞ പോലുള്ള ഫാസിസ്റ്റുകളാണ്. അവർ ഈ റിപ്പോർട്ട് സീരിയസ് ആയിട്ട് എടുക്കുകയും നമ്മുടെ വീണയുടെ വീട് റെയ്ഡ് ചെയ്യുകയും അവരുടെ മൊബൈൽ ഫോൺ പിടിച്ചുകൊണ്ട് പോയി അതിൽ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഈ ഇൻവോയ്സുകളൊക്കെ വ്യാജമാണ് എന്നൊരു ആരോപണം ഉന്നയിച്ചു. വീണ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വ്യാജ ഇൻവോയ്സ് ഉണ്ടാക്കി ശശിധരൻ കർത്താവിൻ്റെ അടുത്ത് കാശ് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ പറഞ്ഞാൽ മതി. ശശി അണ്ണ എന്ന് വിളിച്ചാൽ തന്നെ അണ്ണൻ ചാക്ക് കണക്കിന് നോട്ട് വീട്ടിൽ കൊണ്ടുവന്നു. പിന്നെ എന്തിന് വ്യാജ ഇൻവോയ്സ് ഉണ്ടാക്കുന്നത്? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല കണ്ടുപിടുത്തങ്ങളുമാണ് ഇവർ നടത്തിയിട്ടുള്ളത്. അതിനൊന്നും യാതൊരു കഥയില്ലെന്ന് നമുക്കറിയാം. പിണറായി സഖാവാകട്ടെ, മകളാകട്ടെ, ഭാര്യയാകട്ടെ, മരുമകനാകട്ടെ, മകനാകട്ടെ, മരുമകളാകട്ടെ, അദ്ദേഹത്തിൻ്റെ 7 താവഴി മുമ്പും 7 തലമുറ പിന്നീടുമുള്ള ആളുകൾ യാതൊരു അഴിമതിയും നടത്താത്തവരാണ്, സുതാര്യമായ പ്രതിച്ഛായ ഉള്ളവരാണ്.
അങ്ങനെ ഒരു മഹാനെക്കുറിച്ചിട്ടാണ് ഇവർ ഈ റിപ്പോർട്ട് കൊടുക്കുന്നതെന്ന് പോലും ആലോചിച്ചില്ല. അവരങ്ങനെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. അവർക്ക് രാഷ്ട്രീയ താല്പര്യമുണ്ട്. പക്ഷേ ഈ നാട്ടിൽ ഈ സിൻഡിക്കേറ്റ് പത്രങ്ങളുണ്ടല്ലോ, മലയാള മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റ്, ഇവരൊക്കെ ഈ പിണറായി വിജയൻ എന്തോ വലിയ കളവ് നടത്തി എന്നുള്ള രീതിയിലുള്ള വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഒരു ശരിയായ രീതിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ സഖാവ് IP ബിനു അടക്കമുള്ള തീര സഖാക്കൾ എൻഫോഴ്സ്മെൻറ്റിനെ ആക്രമിച്ച കേസിൽ പ്രതികളായിട്ട് ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. ഇതിനാണ് ഈ ഭരണകൂട ഭീകരത എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത അവധിക്കുള്ളിൽ ഇവർക്ക് ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ SFIയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ CITU ചുമട്ടുതൊഴിലാളികളുടെ കൂടി സാന്നിധ്യത്തിൽ അവരുടെ കൂടി പങ്കാളിത്തത്തോടുകൂടി വമ്പിച്ച ജയിൽ മുന്നേറ്റ യാത്ര നടത്താൻ പാർട്ടി ആലോചിക്കുന്നുണ്ട്. ഈ പാവപ്പെട്ട ചെറുപ്പക്കാരെ അനാവശ്യമായി ജയിലിലിട്ട് പീഡിപ്പിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഒരു ജനരോഷം ഉയർന്നു വരേണ്ടത് ആവശ്യമാണ്, അനിവാര്യമാണ്. അതുകൂടി വന്നു കഴിയുമ്പോഴേ നമ്മുടെ ജനാധിപത്യത്തിന് ഒരു ഭംഗിയുണ്ടാവും. അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് നയിച്ച കേന്ദ്ര ഗവൺമെൻറ്റിനും അതിന് ചൂട്ടുപിടിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റും യാതൊരു തരത്തിലും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഞാൻ തയ്യാറില്ല. ഇവരുടെ ഈ ദുഷ്പ്രവൃത്തികൾക്ക് ദൈവം തമ്പുരാൻ തന്നെ കൃത്യമായിട്ട് ശിക്ഷ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലാൽ സലാം.